സോ ഹായ്, നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് പത്തോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് ഇസ് ബ്രസ്റ്റ്. ആദ്യം തന്നെ ഇതിൻ്റെ അനാറ്റമി നോക്കാം. പുറമേ നോക്കുമ്പോഴത്തേക്കും കാണുന്നതാണ് സ്കിന്ന്. ഈ സ്കിന്നിന് അടിയിൽ ഒരുപാട് ലെയർ ഓഫ് ഫാറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ ലെയർ ഓഫ് ഫാറ്റ് വിച്ച് ഈസ് പ്രസൻറ്റ് അണ്ടർ ദ സ്കിൻ. ഇനി നമ്മുടെ ബ്രസ്റ്റിൻ്റെ മെയിനായിട്ടൊരു ഫങ്ഷൻ എന്ന് പറയുന്നത് തന്നെ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുക എന്നാണ്. സോ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഗ്ലാൻഡിനെ വിളിക്കുന്ന പേരാണ് ആൽവിയോലൈ. ഈ ആൽവിയോലൈ ഉണ്ട്. ആൽവിയോലയിൽ നിന്നും ലാക്ടിഫറസ് ഡക്റ്റിൻ്റെ സഹായത്തോടെ നിപ്പിൾസിലോട്ട് മിൽക്ക് പോകുന്നുണ്ട്. മിൽക്കിനകത്ത് ഒരുപാട് സെവറൽ ഡക്റ്റ് ഓപ്പണിങ്സ് ഉണ്ട്. ആ ഡക്റ്റ് വഴി മിൽക്ക് കുഞ്ഞിലോട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് അനാട്ടമി ഓഫ് ബ്രസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തയാണ് ഫൈബ്രോസിസ്റ്റിക് ചേഞ്ചസ്. 25 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ ഈ ഒരു ഇടയിലുള്ള പ്രായക്കാർക്കാണ് കൂടുതലായിട്ടും ഫൈബ്രോസിസ്റ്റിക് ചേഞ്ചസ് കാണുന്നത്. ബ്രസ്റ്റിൽ ഒരു ഇറഗുലർ ആയിട്ടുള്ള മാസ് കാണാം. മൈക്രോസ്കോപ്പിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സിസ്റ്റ്, ഫൈബ്രോസിസ് ആൻഡ് പ്രോലിഫറേഷൻ ഓഫ് എപ്പിത്തീലിയം കാണാനായിട്ട് പറ്റും. ഇനി ഫൈബ്രോ അഡിനോമ ഈ ഒരു 25 ആ ഒരു പീരീഡിലുള്ളവർക്ക് തന്നെയാണ് വീണ്ടും ഈ ഫൈബ്രോ അഡിനോമ ഉണ്ടെന്ന് പറയുന്നത്. നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് ഇറ്റ് ഇസ് എ മൗസ് ലൈക്ക് എന്നൊക്കെ പറയും. ബിക്കോസ് മൂവബിളാണ്, പാൽപ്പബിളാണ് എന്നൊക്കെ മൈക്രോസ്കോപ്പിക്കലി നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു സിസ്റ്റ് കാണാനായിട്ട് സാധിക്കും. അടുത്തയാണ് ബ്രസ്റ്റ് ക്യാൻസർ. സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു രോഗമാണ് സ്തനാർബുദം അഥവാ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് വിളിക്കും. ഇതിൻ്റെ ഒരു എറ്റിയോളജി അല്ലെങ്കിൽ പത്തോജെൻസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോണൽ കൂടാതെ തന്നെ ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കാരണമാണ്. ഇനി നമുക്കിതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് നോക്കാം. ഒന്ന്, ഫീമെയിൽ ജെൻഡർ ആവുന്നെങ്കിൽ പ്രശ്നമാണ്. ഫീമെയിൽ ജെൻഡറിനാണ് കൂടുതലും ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത്. ബ്രസ്റ്റ് ഫീമെയിൽസിനാണ് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത്, ഫീമെയിൽസിനാണ്. പിന്നെ ഏജ്, ഏറ്റവും ഒരു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു പീക്ക് എന്ന് പറയുന്നത് 75 വയസ്സ് മുതൽ 80 വയസ്സുള്ള സ്ത്രീകളിലാണ്. പിന്നെയും കാരണങ്ങളൊക്കെ ഉണ്ട് വരാൻ. ഏർലി മെനാർക്ക് സംഭവിച്ചവർക്ക്, നേരത്തെ പീരീഡ്സ് ആയവർക്ക്, താമസ പീരീഡ്സ് ആയവർക്ക്, പിന്നെ ഏർലി പ്രിമി ആൻഡ് നള്ളി പാരസ്, ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാത്ത സ്ത്രീകളിൽ അവരുടെ സൗന്ദര്യം നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് ഫീഡ് ചെയ്യാത്തവർക്ക്, പിന്നെ ഈസ്ട്രജൻ്റെ കാര്യം, അതായത് മെറ്റബോളൈറ്റ്സ് ഓഫ് ഈസ്ട്രജൻ ഇത് മ്യൂട്ടേഷന് കാരണമാവുകയും ആൻഡ് ഇറ്റ് കോസസ് ദ ജനറേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽസ് ഒരു എന്താ പറയുന്നത്, എക്സോജീനസ് എക്സ്പോഷർ എന്ന് വിളിക്കും. എക്സോജീനസ് ഈസ്ട്രജൻ്റെ മെറ്റബോളൈറ്റ്സ് ഇത് മ്യൂട്ടേഷന് കാരണമാവുകയും അങ്ങനെ ആൻഡ് ജനറേറ്റ്സ് DNA ഡാമേജിങ് ഫ്രീ റാഡിക്കൽസ് ഇൻ ദ സെൽസ്. ഒന്നുമില്ല. പിന്നെ പോസ്റ്റ് മെനോപോസൽ ഹോർമോണൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പീസ്, മെനോപോസിന് ശേഷം നമ്മൾ ഹോർമോണൽ തെറാപ്പീസ് ചെയ്യില്ല, അത് കാരണം ഇതെല്ലാം ബ്രസ്റ്റ് ക്യാൻസറിന് ഒരു റീസൺ ആവുന്നുണ്ട്. പിന്നെ ഡയറ്റ്, മോഡറേറ്റ് അല്ലെങ്കിൽ നമ്മൾ ഹെവി ആയിട്ടുള്ള ആൽക്കഹോൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഈസ്ട്രജൻ്റെ ലെവൽ അവിടെ കൂടുകയും കൂടാതെ തന്നെ ഫോളേറ്റിൻ്റെ ലെവൽ അവിടെ കുറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ബ്രസ്റ്റ് ക്യാൻസറിന് ഉള്ള ഒരു റിസ്ക് കൂടുന്നുണ്ട്. ഇനിയും വരുന്നുണ്ട് ജനറ്റിക്കലായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ റേസും എത്തനിസിറ്റിയും, BRCA1 ബ്രസ്റ്റ് ക്യാൻസർ, BRCA1ഉം BRCA2ഉം ഇതിനൊക്കെ മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ ഫ്രീ ഡിഗ്രി റിലേറ്റീവ്സ് വിത്ത് ബ്രസ്റ്റ് ക്യാൻസർ, അതായത് നമ്മുടെ ഒരു ഫസ്റ്റ് ഡിഗ്രി ഫ്രീ ആണെന്നാണ് പറഞ്ഞത്, ഫസ്റ്റ് ഡിഗ്രി ആയിട്ടുള്ള റിലേറ്റീവ്സ്, ഇപ്പം അമ്മുമ്മ, ചേച്ചി, അങ്ങനെയൊക്കെ ഭയങ്കര അടുത്ത റിലേറ്റീവ്സ് ഉള്ളവർക്കാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ പിന്നെ നമുക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. ബ്രസ്റ്റ് ക്യാൻസർ എങ്ങനെയാണ് നമ്മൾ ചെയ്യാനുള്ളത്? നമ്മൾ ആദ്യം കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നിന്നതിന് ശേഷം ഇപ്പം നോർമലായിട്ട് കൈ നമ്മൾ അരക്കട്ടിൽ വെച്ചതിന് ശേഷം ബ്രസ്റ്റ് കംപ്ലീറ്റ്ലി ഒന്ന് എക്സാമിൻ ചെയ്യുക.
എന്നിട്ട് കൈ പൊക്കി നോക്കുക, അവിടെ എന്തെങ്കിലും തരത്തിലുള്ള നിറവ്യത്യാസമോ എന്തെങ്കിലും തൊടുന്ന സമയത്ത് എന്തെങ്കിലും പാൽപ്പേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നോക്കുക. പിന്നെ കിടന്നുകൊണ്ട് നോക്കുക, സർക്കുലർ മോഷനിൽ പാൽപ്പേറ്റ് ചെയ്ത് നോക്കുക, മുകളിൽ നിന്നും താഴിൽ നിന്നെല്ലാം നമ്മൾ പാൽപ്പേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ കൊണ്ടുപോയി അത് നമ്മൾ ഫിസീഷ്യനെ കാണിക്കുകയും സ്കാൻ ചെയ്ത് നോക്കുകയും ചെയ്യണം. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് മാമോഗ്രാം. ഇത് 2 പ്ലേറ്റ് ഉണ്ട്. പ്ലേറ്റിനിടയിൽ നമ്മൾ ബ്രസ്റ്റ് വെച്ചതിന് ശേഷം ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആ സെൽസല്ലേ പ്രസ്സാവുന്നത്. സോ അങ്ങനെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് വേറെയും ഫാക്ടേഴ്സ് ഉണ്ട്. അറ്റിപ്പിക്കൽ ഹൈപ്പർപ്ലേസിയ, പിന്നെ റേഡിയേഷൻ എക്സ്പോഷർ കാരണം, പിന്നെ കോൺട്രലാറ്ററൽ ബ്രസ്റ്റ് ക്യാൻസർ, പിന്നെ ജോഗ്രഫിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, അമിതവണ്ണം ഒബസിറ്റി, പിന്നെ എക്സസൈസ് ഇല്ലായ്മ, പിന്നെ എൻവയൺമെൻറ്റൽ ടോക്സിൻസ്. ഇപ്പം എൻ്റെ ഒരു ക്ലോസ് റിലേറ്റീവിന് ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. മെനോപോസിലൊന്നും വലിയ പ്രശ്നമുണ്ടായിരുന്നു. ഡയറ്റൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള നല്ല ഡയറ്റ് കൺട്രോൾ ആയിരുന്നു. നോ ആൽക്കഹോളിസം, നത്തിങ് ലൈക്ക് ദാറ്റ്. പിന്നെ ക്യാൻസർ, അതിൻ്റെ ഒരു എക്സാക്റ്റ് റീസൺ നമുക്കിതുവരെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അതാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞ് വരുന്നത്. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ. ഇത് തന്നെ ഇൻസിറ്റു കാർസിനോമയുണ്ട്, ഇൻവേസീവ് കാർസിനോമയുണ്ട്. ഇൻസിറ്റു കാർസിനോമ എന്ന് വെച്ചാൽ മാലിഗ്നൻ്റ് ആയിട്ടുള്ള സെൽസ് ആ ഒരു പെർട്ടിക്കുലർ ഡക്റ്റിൽ മാത്രമേ ലിമിറ്റഡ് ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ ലൊബ്യൂൾസിൽ മാത്രമേ ലിമിറ്റഡ് ആയിട്ടുള്ളൂ, അത് പെനട്രേറ്റ് ചെയ്ത് പോകുന്നില്ല. വേറെ ഇൻവേസീവ് കാർസിനോമ എന്ന് പറയുന്നത് ഈ ട്യൂമേഴ്സ് ഇറ്റ് ഷോസ് പെനട്രേഷൻ ഓഫ് ദ ബേസ്മെൻറ്റ് മെമ്പറൈൻ ആൻഡ് ഇൻഫിൽട്രേഷൻ ഓഫ് ദ സ്ട്രോമ. ഇൻസിറ്റു കാർസിനോമ എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു പെർട്ടിക്കുലർ ലൊബ്യൂൾസിൽ മാത്രമേ കാണാൻ പറ്റുള്ളെങ്കിൽ ഇൻവേസീവ് കാർസിനോമ പെനട്രേഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ. ഇനി മാലിഗ്നൻ്റ് ആയിട്ടുള്ള സെൽസ് ലിംഫാറ്റിക്സും ബ്ലഡ് വെസൽസും ഒക്കെ ഇൻവേഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ റീജിയണൽ ലിംഫ് നോഡ്സിന് മെറ്റാസ്റ്റാസിസ്, അതായത് ഒരു സ്പ്രെഡ് നടത്തുകയും പിന്നെ ഡിസ്റ്റൻസ് സൈറ്റിലോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇനി ഒരുപാട് ഇപ്പം ഇൻവേസീവ് കാർസിനോമയ്ക്ക് തന്നെ ഒരുപാട് ടൈപ്സ് ഉണ്ട്. ഇൻവേസീവ് ഡക്റ്റൽ കാർസിനോമ, അതായത് നോട്ട് അതർവൈസ് സ്പെസിഫൈഡ് ഓർ നോ സ്പെഷ്യൽ ടൈപ്പ് കാർസിനോമ. പിന്നെ മെഡുലറി കാർസിനോമയുണ്ട്, മ്യൂസിനസ് കാർസിനോമയുണ്ട്, പാപ്പിലറി കാർസിനോമയുണ്ട്, ഇൻഫ്ലമേറ്ററി കാർസിനോമ, ഇൻവേസീവ് ലോബുലാർ കാർസിനോമ, അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? ഇൻസിറ്റു കാർസിനോമയുണ്ട്, ഇൻവേസീവ് കാർസിനോമയുണ്ട്. ഇൻവേസീവ് കാർസിനോമ തന്നെ എന്തൊക്കെയായിരുന്നു? മെഡുലറി കാർസിനോമ, മ്യൂസിനസ് കാർസിനോമ, പാപ്പിലറി കാർസിനോമ, ദെൻ ഇൻഫ്ലമേറ്ററി കാർസിനോമ ആൻഡ് ഇൻവേസീവ് ലോബുലാർ കാർസിനോമയൊക്കെ വരുന്നുണ്ട്. അടുത്തതാണ് ഇൻവേസീവ് അഥവാ ഇൻഫിൽട്രേറ്റിംഗ് കാർസിനോമയെ കുറിച്ച് പറഞ്ഞാൽ ഇതൊരു അതായത് നമ്മൾ പ്രത്യേകിച്ചൊരു ദർ ഇസ് നോ സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യൂട്ട് ദ മെജോറിറ്റി ഓഫ് ദ കാർസിനോമ. അതായത് ഒരു 70 മുതൽ 80% ഇതാണ്. പിന്നെ മോർഫോളജിക്കൽ നോക്കുന്നെങ്കിൽ ഗ്രോസും ഉണ്ട്, മൈക്രോസ്കോപ്പിക്കലി ഉണ്ട്. ഗ്രോസിനകത്ത് ഇറഗുലർ ആയിട്ടുള്ള മാസാണ്. ഇതൊരു ഇറഗുലർ ആയിട്ടുള്ള എന്തായിരുന്നു ഗ്രോസ് പറഞ്ഞാൽ മിക്ക ട്യൂമേഴ്സും ഭയങ്കര ഒന്നുകിൽ ഫേം ആയിരിക്കും, ഭയങ്കര ഹാർഡാണെന്ന് പറയാം. ഇറഗുലർ ആയിട്ടുള്ള ബോർഡേഴ്സാണ് കാണുന്നത്. പിന്നെ ദേ പ്രൊഡ്യൂസ് എ ഗ്രേറ്റിംഗ് സൗണ്ട്സ്. ഇപ്പം നമ്മൾ വാട്ടർ കട്ട് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു അൺറൈപ്പൻഡ് പിയർ അതിൻ്റെയൊക്കെ ഒരു സിമിലാരിറ്റി ഉണ്ട്. പിന്നെ മൈക്രോസ്കോപ്പിക്കലി പറഞ്ഞാൽ നല്ല വെൽ ഡിഫറൻഷ്യേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത്രയും പ്രശ്നമില്ല. ടു പുവർലി ഡിഫറൻഷ്യേറ്റഡ് വരാം. ദെൻ ദ ട്യൂമർ സെൽസ് എന്ന് പറയുന്ന ഒരു നെസ്റ്റ് കണക്ക് അല്ലെങ്കിൽ കോഡ് അല്ലെങ്കിൽ ഗ്ലാൻസ് പോലെ ഇരിക്കും. ചില ട്യൂമേഴ്സ് എക്സ്റ്റെൻസീവ് ഫൈബ്രസ് റിയാക്ഷൻസ് ഇൻ ദ സ്ട്രോമ നമ്മൾ ഡെസ്മോപ്ലേസിയ എന്നാണ് വിളിക്കുന്നത്. ഇനി ഇത് എങ്ങോട്ടൊക്കെ സ്പ്രെഡ് ചെയ്യാം? ഇപ്പം നമ്മൾ ഓങ്കോളജി ഇപ്പം RCCയിലൊക്കെ പോസ്റ്റിംഗ് കിട്ടുന്നെങ്കിൽ നമുക്ക് കാണാം. ഇപ്പം
രണ്ട് പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് ഇങ്ങനെ പറയും. നമ്മൾ കഴിവതും ചോദിക്കൂല എന്താണ് വരുന്നത്. നമ്മളിങ്ങനെ വെറുതെ ജസ്റ്റ് ഇങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ പോയ സമയത്ത് മോൻ ഫോണിൽ കളിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചത്. അപ്പം അവർ കേട്ടത് മേ ബി എന്താണ് അസുഖം എന്നായിരിക്കും. മാസ്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് ഓക്കെ. സോ സ്പ്രെഡ് തന്നെ ഉണ്ട്. ഇപ്പോൾ ലങ്ങിൽ പ്രശ്നമുള്ള പേഷ്യൻ്റ് അത് ബ്രെയിനിൽ ട്യൂമറായിട്ട് വരുന്ന കേസുകളുണ്ട്. വയറിൽ ട്യൂമറായിട്ട് വന്നത് പിന്നെ അത് ബ്രെയിനിൽ സ്പ്രെഡായത്, അങ്ങനെ സ്പ്രെഡിങ് ഉണ്ട്. അപ്പം നമുക്ക് ശരിക്കും 3 സ്പ്രെഡാണ് പറയുന്നത്. ലോക്കൽ, ലിംഫാറ്റിക്, ബ്ലഡ്. ലോക്കലായിട്ടുള്ള സ്പ്രെഡെന്ന് പറയുന്നത് ഈ ബ്രസ്റ്റിൽ സ്കിന്നിലോട്ട് പോവാം, അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ ടിഷ്യൂസ് അല്ലെങ്കിൽ സ്കെലക്ടൽ മസിൽസിലും പോവാം. ഇനി ലിംഫാറ്റിക്കിനകത്താണെങ്കിൽ അടുത്തുള്ള ഏത് റീജിയണൽ ലിംഫ് നോഡ്സ് ആണോ ഉള്ളത് അങ്ങോട്ട് സ്പ്രെഡ് ആവാം. ഇനി ബ്ലഡ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബ്രസ്റ്റിലോട്ട് പോവാം, ലങ്സിലോട്ട് പോവാം, ലിവറിലോട്ട് പോവാം, എല്ലുകളിലോട്ട് പോവാം, ആൻഡ് ഓവറീസിലോട്ടും പോവാം. ഇപ്പം ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയുണ്ട്. അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഒരു റിസ്ക് ഉണ്ട്. ബിക്കോസ് അവരുടെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിരുന്നു, കുഞ്ഞമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു, ഷി വാസ് ആൻ അത്ലറ്റ്, ബ്രസ്റ്റ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തു. സോ മീൻസ് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ചാൻസ് കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ വരാതിരിക്കാനായിട്ട് ഷീ ഡിഡ് ദാറ്റ്. അടുത്ത ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു പാൽപ്പബിൾ ആയിട്ടുള്ള ബ്രസ്റ്റ് ലംബ് കാണാം. ചിലപ്പോൾ നല്ല ഫേം മുതൽ ഒരു ഹാർഡായിട്ടുള്ള സ്ട്രക്ചർ വരെ ആയിരിക്കാം. പിന്നെ ഓറഞ്ചിൻ്റെ തൊലി എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലത്തെ ഒരു അപ്പിയറൻസ് ആയിരിക്കും, പ്യൂർ ഡി ഓറഞ്ച് അപ്പിയറൻസ്. പിന്നെ സ്കിന്ന് ഡിംപ്ലിങ് കാണാം, ആൻഡ് നിപ്പിൾസ് അകത്തോട്ട് റിട്രാക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത് മേ ബി കാണാറുണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാം, ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്താം, മാമോഗ്രഫി ചെയ്യാം, FNAC ചെയ്യാം, അതായത് 5 നീഡിൽ ആസ്പിറേഷൻ ചെയ്യാം, പിന്നെ ട്രൂ കട്ട് ബയോപ്സി, ഫ്രോസൺ സെക്ഷന്, പിന്നെ എക്സിഷണൽ ബയോപ്സി ഒക്കെ ചെയ്യാം. ഇനി പ്രൊഗ്നോസ്റ്റിക് അല്ലെങ്കിൽ പ്രെഡിക്റ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഒന്നാമത്തത് ഇൻവേസീവ് കാർസിനോമ ആണോ ഇൻസിറ്റു കാർസിനോമയാണെന്ന് നോക്കുന്നത്. ഇൻസിറ്റു കാർസിനോമയ്ക്കകത്താണ് ഇൻവേസീവിനെക്കാട്ടും കുറച്ചും കൂടി ഒരു നല്ല ഔട്ട്കം ഉണ്ടെന്ന് പറയാൻ പറ്റുന്നത്. ഇനി ഡിസ്റ്റൻറ്റ് മെറ്റാസ്റ്റാസിസ് ആണെങ്കിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അത്ര നല്ല പ്രൊഗ്നോസിസ് ആയിരിക്കില്ല. പിന്നെ ലിംഫ് നോഡ് മെറ്റാസ്റ്റാസിസ് അതായത് 3 ലിംഫ് നോഡ്സിനെക്കാട്ടും കൂടുതൽ അഫക്റ്റഡ് ആയി എന്നുണ്ടെങ്കിൽ നല്ലതല്ല. പിന്നെ ട്യൂമറിൻ്റെ സൈസ്, ദ റിസ്ക് ഓഫ് ആക്സിലറി ലിംഫ് നോഡ് മെറ്റാസ്റ്റാസിസ് ഇൻക്രീസസ് ദ സൈസ് ഓഫ് ദ പ്രൈമറി ട്യൂമർ. അതായത് ആക്സിലറി ലിംഫ് നോഡ് മെറ്റാസ്റ്റാസിസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ പ്രൈമറി ട്യൂമേഴ്സിൻ്റെ സൈസ് കൂടാനുള്ള റിസ്ക് കാണുന്നുണ്ട്. അടുത്തയാണ് ലോക്കലി അഡ്വാൻസ്ഡ് ഡിസീസ്. കാർസിനോമ നമ്മുടെ സ്കിന്നും സ്കെലക്ടൽ മസിൽസും അതേപോലെ തന്നെ ഇൻഫ്ലമേറ്ററി കാർസിനോമ ഒക്കെ ആണെങ്കിൽ, അതായത് നമ്മുടെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്തു, സ്കെലക്ടൽ മസിൽസിനെ എഫക്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ പുവറായിട്ടുള്ള പ്രൊഗ്നോസിസ് ആണ് കാണിക്കുന്നത്. അടുത്തയാണ് ഹിസ്റ്റോളജിക്കൽ സബ് ടൈപ്സ്. ചില സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻവേസീവ് കാർസിനോമ, അതായത് ട്യൂബുലാർ, മ്യൂസിനസ്, മെഡുലറി, ലോബുലാർ, പാപ്പുലറി, ഇതിനൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രൊഗ്നോസിസ് ആണ് കാണുന്നത്. ഇനി ഹിസ്റ്റോളജിക്കൽ ഗ്രേഡ് എന്ന് പറയുന്നത് നല്ല വെൽ ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ഗ്രേഡ് 1 കാർസിനോമയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു സർവൈവൽ റേറ്റ് ആണ് കാണിക്കുന്നത് ദാൻ പുവർലി ഡിഫറൻഷ്യേറ്റഡ് ഗ്രേഡ് 3 കാർസിനോമാസ്. അടുത്ത ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്റ്ററോൺ റിസെപ്റ്റേഴ്സ്. ഈസ്ട്രോജൻ റിസെപ്റ്റേഴ്സിനും പ്രൊജസ്റ്ററോൺ റിസെപ്റ്റേഴ്സിനും പോസിറ്റീവ് ക്യാൻസർ റെസ്പോൺസ് ടു ഹോർമോണൽ മാനിപ്പുലേഷൻസ്, ഹോർമോണൽ തെറാപ്പീസ്.
അടുത്തയാണ് HER2 ന്യൂ. ഓവർ എക്സ്പ്രഷൻ ഓഫ് HER2 ഓർ ന്യൂ ഇസ് അസോസിയേറ്റഡ് വിത്ത് പുവർ സർവൈവൽ. അപ്പം നമ്മളീ പറയുന്നത് കുറേ കൂടി സ്പ്രെഡായി, അല്ലെങ്കിൽ കുറേ കൂടി ലിംഫ് നോഡ്സിനെ എഫക്റ്റ് ചെയ്തു, അടുത്തുള്ള സ്കിന്നിനെ എഫക്റ്റ് ചെയ്തു, മെറ്റസ്റ്റാസിസ് സംഭവിക്കുന്നതാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പുവർ ആയിട്ടുള്ള പ്രഗ്നോസിസ് ആണ്. അടുത്തയാണ് ലിംഫോ വാസ്കുലർ ഇൻവേഷന്. അതായത് if there is a presence of tumor cells within a വാസ്കുലർ സ്പേസ്, ഒന്നുകിൽ ലിംഫാറ്റിക് ആയിരിക്കാം അല്ലെങ്കിൽ ചെറിയ കാപ്പിലറീസ് ആയിരിക്കാം, ഇത് ലിംഫ് നോഡ് മെറ്റസ്റ്റാസിസുമായിട്ട് അസോസിയേറ്റഡ് ആണ് എങ്കിൽ പ്രഗ്നോസിസ് അല്ലെങ്കിൽ ഔട്ട്കം ഭയങ്കര പുവറാണ്. അടുത്തയാണ് പ്രോലിഫറേറ്റീവ് റേറ്റ്. പ്രോലിഫറേഷൻ കൂടുന്നു എന്നുണ്ടെങ്കിൽ മൈറ്റോട്ടിക് കൗണ്ട്സും പ്രോലിഫറേഷൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് മൈറ്റോട്ടിക് കൗണ്ട്സ് ബേസ് ചെയ്തിട്ടാണ്. പിന്നെ ഹിസ്റ്റോകെമിസ്ട്രി, എക്സാമ്പിൾ സൈക്ലിൻസ്, പിന്നെ Ki-67, അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലോ സൈറ്റോമെട്രിയും കൊണ്ടാണ്. പ്രോലിഫറേഷൻ്റെ റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രൊഗ്നോസിസ് ഭയങ്കര മോശമായിരിക്കും. സോ ബേസിക്കലി നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചാണ്. ആദ്യം നമ്മൾ പഠിച്ചത് അതിൻ്റെ അനാറ്റമി ആയിരുന്നു. പിന്നെ എന്താണ് ബ്രസ്റ്റ് ക്യാൻസർ, ആർക്കാണ് കൂടുതൽ വരുന്നത്, അതിൻ്റെ എറ്റിയോളജി, റിസ്ക് ഫാക്ടേഴ്സ്, ഹോർമോൺ അല്ലെങ്കിൽ എത്തനിസിറ്റി എന്താണ്, ഇതിന് പുറമേ പൂറായിട്ടുള്ള അതിൻ്റെ പ്രൊഗ്നോസിസ് എങ്ങനെയാണ്, പൂറായിട്ടുള്ള പ്രൊഗ്നോസിസിനുള്ള റീസൺസ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ശരി.